ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. രാവിലെ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയി ചായയോടെയൊക്കെ കഴിഞ്ഞു. മമ്മി അവിടെ പുട്ടിന് നനയ്ക്കുന്നുണ്ട്. ഗോതമ്പ് പുട്ടും ഉണ്ട്, അരിപ്പുട്ടും ഉണ്ട്. ഒരു പാത്രത്തിൽ രണ്ട് സൈഡിലായിട്ട് രണ്ടും വെച്ച് നനയ്ക്കുന്നുണ്ട്. ഒരുമിച്ച് മിക്സ് ചെയ്ത് ഉണ്ടാക്കാനല്ല, സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ രാവിലെ ആയിട്ടുള്ള അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ കഴുകി ഇസുവിൻ്റെ പാലൂപ്പിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഒതുക്കാനും പറക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ക്ലീനിങ് ഡേ ആക്കാമെന്ന്. അങ്ങനെ രാവിലെ മറ്റേ മുട്ട മേടിച്ചതിൻ്റെ ആ ഒരു ട്രേ ഒക്കെ ഉണ്ടല്ലോ, അപ്പം മുട്ട തീർന്നപ്പോൾ അതൊക്കെ മാറ്റി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറക്കി വെച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പുട്ടാകുമ്പോൾ നമുക്ക് കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. ആവി വരുമ്പോഴത്തേന് പിന്നെ അടുത്ത കുറ്റി ഇട്ട് കൊടുത്താൽ മതിയല്ലോ, കൂടെ നിന്ന് ഉണ്ടാക്കണ്ടല്ലോ. പിന്നെ മമ്മിയുണ്ട്, മമ്മിയും പുട്ട് മമ്മിയും വാരി വെക്കുകയൊക്കെ ചെയ്യും. അപ്പം ആ ഒരു സമയത്ത് അതുകൊണ്ട് ഞാനങ്ങ് ക്ലീനിങ് ആക്കാമെന്ന് കരുതി അങ്ങനെ അടുക്കള കൗണ്ടർ ടോപ്പൊക്കെ ഫുള്ള് വൃത്തിയാക്കി തുടച്ച്, പിന്നെ നമ്മുടെ വാഷ് ബേസിൻ, സിങ്ക്, അങ്ങനെ സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കി. പെട്ടെന്ന് അഴുക്കാവുന്നൊരു സ്ഥലം കേട്ടോ സിങ്ക്. കണ്ടിന്യൂസ് ഇങ്ങനെ വെള്ളമൊക്കെ വീണുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഇങ്ങനെ പായലും വെള്ളത്തിൻ്റെ കറകളും ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ നമ്മുടെ സ്ക്രബ്ബറും സോപ്പും പാത്രം കഴുകുന്ന സോപ്പും കൂടെ വെച്ചിട്ടാട്ടോ കഴുകുന്നത്. നല്ല വലിയ കറകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡറും വിനാഗിരിയും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയാൽ നല്ല പളപളാന്ന് തിളങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മമ്മി അവിടെ പുട്ടിനിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അരിപ്പുട്ടും ആയിട്ടുണ്ട്, ഗോതമ്പ് പുട്ടും ആയിട്ടുണ്ട്. പിന്നെ മമ്മി തീയൊക്കെ കത്തിച്ചു. ഞാൻ അപ്പോഴത്തേന് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കലത്തിലിങ്ങനെ ഒഴിച്ചു വെച്ചു. മമ്മി എന്ത് പെട്ടെന്നോ ഇങ്ങനെ ചുമ്മാ ഒന്ന് കത്തിച്ച് വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേന് എന്നെ തീ കത്തും. ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരു ദിവസം മൊത്തം അതിൻ്റെ പുറകെ നിൽക്കണം, ഒന്ന് തീ കത്തിക്കണം എന്നുണ്ടെങ്കിൽ. ഞാൻ അങ്ങോട്ടോ പോകുമ്പോൾ എൻ്റെ കൂടെ തീ പോരുകയും ചെയ്യും. ഞാൻ അപ്പോൾ ഇങ്ങനെ മമ്മി തീ കത്തിക്കുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ കേട്ടോ. ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുവരെ തീ കത്തിക്കാനുള്ള ആ ഒരു നാക്ക് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ തീ കത്തിച്ചാൽ പോലും ഞാൻ പോകുമ്പോഴത്തേന് എൻ്റെ പുറകെ തീയും വരും. അപ്പോൾ ഞാനിങ്ങനെ മുറ്റത്തോട്ട് പോയി നോക്കിയപ്പോഴത്തേന് അച്ചാച്ചൻ ഇങ്ങനെ സാധനങ്ങൾക്കൊക്കെ വെള്ളം ഒഴിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളൊരു 4-5 വാഴ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കുകയാണ്. വാഴ വിത്ത് നട്ട് കേട്ടോ, വാഴയല്ല വാഴ വിത്ത് നട്ട് പല്ല് തേച്ചുകൊണ്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഇവിടെ കട്ടിലൊക്കെ പണിയുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് തടികളൊക്കെ നേരത്തെ അറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കട്ടിലിനൊക്കെ വേണ്ടിയിട്ടുള്ള തടി എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി തടി അവിടെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കും കേട്ടോ. അതൊക്കെ ഇനി അച്ഛനെ ഒതുക്കി വെക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു പൈപ്പിൻ്റെ മൂട്ടിൽ തന്നെത്താനെ 2 കരിയാപ്പിൻ്റെ തൈകളൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞാൻ അപ്പോഴാട്ടോ കണ്ടത്. അങ്ങനെ ജസ്റ്റ് അത് വീഡിയോ എടുത്തേ. ഇത് നമ്മൾ ഇന്നാൾ മേടിച്ച കഴിഞ്ഞല്ല കുറേ നാൾ മുമ്പുള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളൊരു പ്ലാവ് മേടിക്കുന്ന നഴ്സറി പോയിട്ട്. അപ്പോൾ ആ ഒരു പ്ലാവ് അത്ര ആയിട്ടുണ്ട്. അന്ന് നമ്മളൊരു വീഡിയോയിൽ കാണിച്ച കുന്തിരിക്ക കേട്ടോ അത്. ഞാൻ ഇങ്ങനെ ആകാശത്ത് നോക്കിയപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിയ. ഇങ്ങനെ നീല ആകാശത്ത് ഇങ്ങനെ പച്ച ഇങ്ങനെ സാധനങ്ങൾ ഇലയൊക്കെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേന് ഭയങ്കര രസം തോന്നി. അങ്ങനെ ചുമ്മാ എടുത്ത കേട്ടോ. പിന്നെ നമ്മുടെ മുറ്റത്ത് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കായ്ക്കുന്ന ഒന്നും ഇല്ലെങ്കിലും മാതളവും റംബൂട്ടാനും അങ്ങനെ എന്തൊക്കെയോ നമ്മുടെ പേരയും മാവും മാത്രമേ ഉള്ളൂ കായ്ച്ചിട്ടുള്ളത്. ബാക്കിയൊന്നും കായ്ച്ചിട്ടില്ല. ആ 2 മാതളത്തിൻ്റെ തൈ ഉണ്ട് കേട്ടോ. രണ്ടും നന്നായിട്ട് പൂത്തൊക്കെ വരും, പക്ഷേ കിളിച്ചിട്ടില്ല. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ കിളിച്ച് വന്നൊരു പ്ലാവും നമ്മൾ നട്ടൊരു പ്ലാവും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2ൻ്റെ ഇല ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇന്നാളെ നമ്മൾ നട്ട ചെടികളാണ് കേട്ടോ. ഞാൻ പോയി നോക്കിയപ്പോഴത്തേന് അന്ന് 2-3 ദിവസം വെള്ളം ഒഴിച്ചു. പിന്നെ ഞാൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇതാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും നട്ടാലുള്ള അവസ്ഥ. ഞാൻ പോയി നോക്കിയപ്പോൾ എൻ്റെ കറ്റാർ വാഴയൊക്കെ ഇങ്ങനെ മണ്ടേ വന്ന് പൊങ്ങിയിരിക്കുന്നു. അതിൻ്റെ വേരൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഒരു പച്ചപ്പുണ്ട് കേട്ടോ ആ ചെടിയിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അച്ചാച്ചൻ അവിടെ വെള്ളം ഒഴിക്കുകയാണല്ലോ, അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്ത് അച്ഛൻ ഇതൊന്ന് നട്ട് തരാമോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ചാച്ചൻ ഇങ്ങനെ മണ്ണൊക്കെ മാന്തി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് എൻ്റെ കറ്റാർ വാഴ നട്ട് തന്നിട്ടുണ്ട്. ഇനി അതിന് വെള്ളം ഒഴിക്കണം. ഈ ഒരു കറ്റാർ വാഴ ഞാൻ കുറേ നാളും കൊണ്ട് വളർത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ വെള്ളം ഒഴിക്കാൻ മറന്നു പോവും. അതിനെ തിരിഞ്ഞു നോക്കാറില്ല. വല്ലപ്പോഴും ഇങ്ങനെ യാദൃശികമായിട്ട് പോയി നോക്കുമ്പോൾ ഇങ്ങനെ വാടിക്കന്നിരിക്കും. അപ്പോൾ പിന്നെ ഇച്ചിരി വെള്ളം ഒഴിക്കും. പിന്നെ ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ തെങ്ങിൻ്റെ കൂടെ തന്നെ. പിന്നെ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ നമ്മുടെ റംബൂട്ടാൻ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചാമ്പയുണ്ട് കേട്ടോ. ഇതിനകത്ത് സീസൺ ആയിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കായ്ക്കും. നല്ല ടേസ്റ്റ് കേട്ടോ. അതിൽ ചാമ്പയ്ക്ക നമ്മുടെ ഒരു ഗ്രീൻ ആപ്പിൾ ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റാണ്. ഞാൻ ഇവിടെ വന്നിട്ട് കേട്ടോ ആദ്യമായിട്ട് ആ ചാമ്പയ്ക്ക കാണുന്നതും കഴിക്കുന്നതും ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുറ്റത്തെ
മുറ്റത്ത് ഊരുചുറ്റലൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി. അപ്പോഴത്തേന് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അങ്ങനെ തിളച്ച വെള്ളം ഇങ്ങനെ പാത്രത്തിലൊക്കെ ആക്കി ഒഴിച്ചൊക്കെ വെച്ചു. പിന്നെ അടുത്ത ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഗ്യാസിൻ്റെ ആ ഒരു ഏരിയ വൃത്തിയാക്കണം. ഞാനങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഒതുക്കി പറക്കി അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഗ്യാസ് കഴുകുവാണ്. ഗ്യാസ് ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് സ്ക്രബ്ബർ ഇട്ടിട്ട് ഉരച്ചാട്ടോ കഴുകുന്നത്. അങ്ങനെ അതൊക്കെ ആദ്യം എന്നിട്ട് ഈ ഒരു സോപ്പിൻ്റെ പത നമ്മൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് അങ്ങ് തുടച്ച് മാറ്റും. എന്നിട്ട് അതൊന്നും കൂടെ വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നും കൂടെ തുടയ്ക്കും. പിന്നെ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കും കേട്ടോ. അത്ര തന്നെ ഉള്ളൂ ഞാനിങ്ങനെ കേട്ടോ ഗ്യാസ് വൃത്തിയാക്കുന്നത്. സോപ്പിട്ട് കഴുകാമോന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ അഴുക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അവിടുത്തെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇസു എണ്ണിട്ടിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അരിപ്പുട്ടും ഉണ്ട്, ഗോതമ്പ് പുട്ടും ഉണ്ട്. ഇസവാവ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് മാഗി ഭയങ്കര ഇഷ്ടമാണ്. മാഗി ഇഷ്ടമാണെങ്കിൽ ഞാൻ ആ മാഗി മസാല ഇട്ടിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കത്തില്ല. ഇത് നമ്മുടെ ഷോർട്സ് കണ്ടിട്ടുള്ളവർ കണ്ട് കാണും ഞാൻ ഇസുവിനെ പറ്റിക്കുന്ന രീതി. ഇത് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് കേട്ടോ. എന്നാലും ഞാൻ ആ മാഗി തിന്നുന്നതിനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് കുറച്ച് വെജീസ് അങ്ങനെയെങ്കിലും കയറട്ടെന്ന് പറഞ്ഞാൽ കേട്ടോ. ഇസ ആണെങ്കിൽ പറയും ക്യാരറ്റ് താണ്ടേ, ആ ബീൻസ് കാണുമ്പോൾ പറയും മുളക് താണ്ടേ എരിയാന്നൊക്കെ പറയേ. എന്നാലും ഇച്ചിരിയൊക്കെ കഴിക്കും കേട്ടോ. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2-3 വെളുത്തുള്ളി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞ് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റും ബീൻസും ക്യാബേജും എല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മുടെ ആ ഒരു മാഗിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇസുവിനെ ഞാൻ പറ്റിക്കുന്ന മാഗി. ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവരെ മാത്രമേ നമുക്ക് പറ്റിക്കാൻ പറ്റൂ കേട്ടോ. മാഗിയുടെ മസാലയാണ് സാധാരണ എല്ലാവർക്കും അഡിക്ഷന്. അങ്ങനെയുള്ളവരെ പറ്റിക്കാൻ പറ്റത്തില്ല. കുറച്ച് വെജീസൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു മാഗി മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ പണ്ടും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, ഇപ്പോഴും വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു, പയറുതോരൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചമ്മന്തി അരച്ചു, മീൻ വറുത്തു. ഇതൊക്കെ എപ്പോഴും നമ്മുടെ ചാനലിൽ ഇതിൻ്റെയൊക്കെ ഞാൻ ചെയ്യുന്ന റെസിപ്പീസൊക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. അപ്പം ഞങ്ങളുടെ ഒരു അങ്കിള് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൊട്ടാരക്കര വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ചോറും കൂടെ കൊണ്ടുവന്ന് കരുതി. അങ്ങനെ മമ്മി എനിക്ക് പൊതിയൊക്കെ കെട്ടിക്കൊടുത്ത്. എൻ്റെ അമ്മച്ചിയുടെ ആങ്ങള കേട്ടോ. അങ്ങനെ പോയപ്പം ചോറും നമ്മുടെ ഈ ഒരു കറികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് മമ്മി ഇങ്ങനെ കറക്റ്റായിട്ട് പൊതിയൊക്കെ കെട്ടി. സാധാരണ ഞാനിങ്ങനെ പൊതി കെട്ടുമ്പോൾ ഞാനിങ്ങനെ വാഴയില വെച്ചിട്ട് നമ്മുടെ ചോറ് കറക്റ്റ് ഇങ്ങനെ അമർത്തി അങ്ങനെയൊന്നും അല്ല കേട്ടോ. മമ്മി കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കെട്ടി സെപ്പറേറ്റായിട്ട് കറികളൊക്കെ പൊതിഞ്ഞ് നല്ല സെറ്റാക്കി പൊതിഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ റെഡിയായിട്ട് കൊട്ടാരക്കര പോയി കേട്ടോ. പിന്നെ ഞാൻ പോയതോ ഉച്ചയ്ക്ക് വന്നിട്ട് കഴിച്ചതോ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ വന്നിട്ട് ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ കരിയില ഉണ്ടായിരുന്നു കേട്ടോ. തൂക്കാന്ന് കരുതി. സത്യം പറഞ്ഞാൽ ഇവിടെ ഞാനങ്ങനെ മുറ്റം തൂക്കാറേ ഇല്ല കേട്ടോ. നമ്മൾ വീടിനകം ഞാൻ തൂക്കും, പക്ഷേ മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട് തൂത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരിക്കും. അങ്ങനെ മമ്മി കേട്ടോ തൂക്കുന്നത് എപ്പോഴും. അപ്പം നല്ല കരിയിലായിട്ടുണ്ടായിരുന്നു മുറ്റത്ത്. അങ്ങനെ ഞാൻ പിന്നെ മുറ്റമൊക്കെ തൂത്തു. എനിക്ക് മുറ്റം തൂക്കാനൊക്കെ ഇഷ്ടം കേട്ടോ. പിന്നെ ബാക്ക് പെയിൻ കാരണം പിന്നെ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല. കിടക്കുമ്പോഴത്തേനും നടുവൊക്കെ ഒടിയുന്നൊരു ഫീലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും തൂക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മുതിരാത്തത്. അപ്പോൾ പിന്നെ അതൊക്കെ തീയിടാന്ന് കരുതി കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ഞാൻ ആ തെങ്ങിൻ്റെ മൂട്ടിലങ്ങ് കൂട്ടിയത്. അത് അവിടെ കിടന്ന് പൊടിഞ്ഞ് തെങ്ങിനേലും വളമാവട്ടെ എന്ന് കരുതി. പിന്നെ ഇച്ചിരി ആ ഗേറ്റിൻ്റെ അവിടെ കിടന്ന എല്ലാം കൂടെ വീണ്ടും പറന്ന് അങ്ങോട്ട് കയറാതെ ഞാൻ ജസ്റ്റ് ഒന്ന് തീയിട്ട് അങ്ങനെ നമ്മുടെ മുറ്റമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം രാവിലെ കുറേ ഞാൻ തടികൾ കാണിച്ചല്ലോ, അതിൻ്റെ കൂടെ കുറേ പന്നത്തടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ അച്ചാച്ചൻ ഇങ്ങനെ അടുക്കളയിൽ അച്ഛൻ്റെ മമ്മിയോട് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇസും കൂടെ അതെല്ലാം ഒതുക്കി പറക്കി വെച്ച് അടുക്കളയൊക്കെ തൂത്ത് വൃത്തിയാക്കി കേട്ടോ. അപ്പം ഇനി ഞങ്ങൾക്ക് കുളിക്കണം, ഇസുവിന് വെള്ളം ഉണ്ടാക്കി കൊടുക്കണം, അതൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്ന് പിന്നെ ഞാൻ ഫുൾ ഡേ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കൊട്ടാരക്കര പോയതും പിന്നെ വന്നതും വെയിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. കട്ടിൽ കണ്ട് കിടന്നുറങ്ങി, മണിക്കൂറുകൾ കിടന്നുറങ്ങി കേട്ടോ ഇന്ന്. എന്തോ പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും തോന്നിയതേ ഇല്ല. പിന്നെ വൈകിട്ടാട്ടോ ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.